ഓം നമോ നാരായണായ. ഏകാഗ്രചിത്തനായി പരമാത്മജ്ഞാനം നേടാൻ പരിശ്രമിച്ചാലല്ലാതെ ജ്ഞാനോദയമുണ്ടാകയില്ല. വേദാന്തങ്ങളിലെ വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു ആത്മാവിൽ വൈദിക കർമ്മങ്ങൾ സമർപ്പിക്കുക. അപ്പോൾ ജ്ഞാനം മനസ്സിൽ ഉറയ്ക്കും. വികൽപ്പങ്ങൾ നീങ്ങും. ദേഹം, പ്രാണൻ, ബുദ്ധി, അഹങ്കാരം മുതലായവയ്ക്ക് അതീതമായി ഞാൻ നിത്യശുദ്ധമായ ചിദാത്മാവാകുന്നു എന്ന് ഏതു ബോധത്താൽ ബോധ്യമാകുന്നുവോ അതാണ് ജ്ഞാനം. ജ്ഞാനം കൊണ്ട് എന്നെ വഴിപോലെ കണ്ടറിയാം. അതുപോലെ അത് എന്നെ കാട്ടുന്ന വസ്തുവാണ്. പരമാത്മാവ് സർവസത്വാന്തർഗതനാണ്. നിശ്ചയിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. വാക്കുകൾക്കു അതീതനാണ് പരമാത്മാവ്. പ്രാകൃത ജനങ്ങളുമായി വശിക്കരുതൊട്ടും. ഏകാന്തേ പരമാത്മ ജ്ഞാനതൽപരനായി വേദാന്ത വാക്യാർത്ഥങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ചാൽ ജ്ഞാനവും അകതാരിലുറച്ചു ചമഞ്ഞിടും. മനസ്സേ വികൽപ്പങ്ങൾ ഏതുമേ ഉണ്ടാകില്ല. ആത്മാവാകുന്നതെന്തെന്നുണ്ടോ കേളതും എങ്കിൽ ആത്മാവല്ലല്ലോ ദേഹ പ്രാണബുദ്ധ്യഹങ്കാരം. മനസാദികളൊന്നും ഇവറ്റിൽ നിന്നു മേലെ മനമില്ലാത പരമാത്മാവു താനേ വേറെ നിൽപ്പിതു ചിദാത്മാവു ശുദ്ധം അവ്യക്തം ബുദ്ധം തൽപദാത്മാ ജ്ഞാനിക ത്വൽപദാർത്ഥവുമായി. ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം. ജ്ഞാനമാകുന്നതെന്നെ കാട്ടുന്ന വസ്തു തന്നെ. ജ്ഞാനമുണ്ടാകുന്നതു വിജ്ഞാനം കൊണ്ടു തന്നെ. ജ്ഞാനിതെന്നറിവിനു സാധനമാകയാലേ സർവത്ര പരിപൂർണൻ ആത്മാവു ചിദാനന്ദൻ സർവസത്വാന്തർഗതൻ അപരിച്ഛേദ്യനല്ലോ.